അലൈക്കും. അങ്ങനെ നമ്മളുടെ ഒരു പുതിയ വർഷം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു വർഷത്തിലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിലൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോസിനൊക്കെ നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ട് ഇനിയും തുടർന്നുള്ള വീഡിയോസിനൊക്കെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും ഇന്ന് എന്തിനെ പറ്റിയുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് ഫ്രീ സൈസ് ജിൽബാബിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലും വന്നിരിക്കുന്ന കമൻറ്റ് ഈ ഒരു മെറ്റീരിയലിനെ പറ്റിയും അതുപോലെ തന്നെ സൈസ് ചാർട്ട് ചോദിച്ചിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു വീഡിയോയിൽ അത്യാവശ്യം മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി മെറ്റീരിയൽ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെന്നും അതിൻ്റെ പ്രൈസ് റേറ്റും അതുപോലെ തന്നെ നമ്മളുടെ കിഡ്സിൻ്റെയും മുതൽ ഫ്രീ സൈസ് വരെയുള്ള സൈസ് ചാർട്ട് കൂടി നിങ്ങൾക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ജിൽബാബിൻ്റെ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും കട്ടിങ്ങിൻ്റെയും ചെറിയൊരു ട്രിക്ക് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതറിയാനായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എൻഡ് വരെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചത് കൊണ്ട് തന്നെ സ്റ്റിച്ചിങ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിന്ന് ഫസ്റ്റ് തന്നെ പറഞ്ഞു പോകാൻ പോകുന്നത് കിഡ് സൈസ് സ്റ്റാർട്ടാണ്. അതായത് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൈസിൻ്റെ ചാർട്ടാട്ടോ പറയുന്നത്. ഈ ഒരു ഏജ് റേഞ്ചിലുള്ള കുട്ടികൾക്ക് നമുക്ക് വളരെ കുറഞ്ഞ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് തന്നെ ജിൽബാബ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1.5 മീറ്ററോളം നമുക്ക് ഈ ഒരു ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വരെ ഉള്ളൂ. കാരണം കുട്ടികളുടെ സൈസ് എന്ന് പറയുന്നത് തീരെ കുഞ്ഞതായിരിക്കുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ എടുത്താലും മതി. പിന്നെ ജിൽബാബിന് നമ്മൾ അത്യാവശ്യം ലെങ്ത്തിലായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എടുക്കുന്ന മെറ്റീരിയൽ ഫുൾ നമ്മൾ വേസ്റ്റേജ് ഇല്ലാണ്ട് ജിൽബാബിന് യൂസ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ലെങ്ത്ത് വന്നിട്ട് നമ്മൾ 28 ഇഞ്ചും അതുപോലെ തന്നെ മെറ്റീരിയൽ വിഡ്ത്ത് നമ്മൾ കുറച്ച് 18 ഇഞ്ചാക്കി എടുക്കണം. അതുപോലെ ബാക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് 38 ഇഞ്ചും സ്ലീവ് ലെങ്ത്ത് 11 ഇഞ്ചും സ്ലീവ് റൗണ്ട് 5 ഇഞ്ചുമാണ് നമ്മൾ എടുക്കുന്നത്. ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ ആ ഒരു കട്ടിങ്ങിൽ വരുന്ന ഏകദേശമുള്ള എല്ലാ അളവും. പിന്നെ നിങ്ങളുടെ കുട്ടികളുടെ ലെങ്ത്ത് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഇഞ്ചസിൻ്റെ അളവ് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ എക്സാക്റ്റ് ലെങ്ത്ത് അല്ല മെഷർമെൻറ്റ്സ് അല്ല നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഏകദേശം ഒരു റേഞ്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന സൈസ് ചാർട്ട് എന്ന് പറയുന്നത് 4 to 6 ഇയർ കിഡ്സിൻ്റെ മെഷർമെൻ്റ് ആണ്. നമ്മൾ ടോട്ടൽ എടുക്കേണ്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് 2.25 അല്ലെങ്കിൽ ഒരു 3 മീറ്റർ വരെയും നമുക്ക് മെറ്റീരിയൽ എടുക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട് ലെങ്ത്ത് വരുന്നത് 39 ഇഞ്ചും മെറ്റീരിയൽ വിഡ്ത്ത് നമ്മൾ കുറയ്ക്കേണ്ടത് 24 ഇഞ്ചാക്കി കുറച്ചെടുക്കണം. അതുപോലെ തന്നെ ബാക്ക് ലെങ്ത്ത് 52 ഇഞ്ചും സ്ലീവ് ലെങ്ത്ത് 13 ഇഞ്ചോ അല്ലെങ്കിൽ 12 ഇഞ്ചോ ആക്കി എടുത്താലും മതി കേട്ടോ. പിന്നെ സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് സ്ലീവ് റൗണ്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളവിടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ല റഫിൾസ് വരണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ സ്ലീവ് റൗണ്ട് എടുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് റഫിൾസ് കിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് സൈസ് ചാർട്ട് എന്ന് പറയുന്നത് 8 to 11 ഇയർ കിഡ്സിൻ്റെ മെഷർമെൻ്റ് ആണ്. മെറ്റീരിയൽ നമ്മൾ എടുക്കേണ്ടത് 3.5 മീറ്റർ ആണ്. ഫ്രണ്ട് ലെങ്ത്ത് വന്നിട്ട് 50 ഇഞ്ചസ് ആണ്. മെറ്റീരിയൽ വിഡ്ത്ത് നമ്മൾ 32 ഇഞ്ചസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ബാക്ക് ലെങ്ത്ത് വന്നിട്ട് 66 ഇഞ്ചസ് ആണ്. പിന്നെ സ്ലീവ് ലെങ്ത്ത് 30 ഇഞ്ചസും. പിന്നെ ഞാൻ പറയുന്നത് ഒരു എക്സാക്റ്റ് അളവല്ലാന്ന് ഞാൻ പ്രത്യേകം പിന്നെയും എടുത്ത് പറയുന്നതാണ്. നിങ്ങൾ ഡയറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ചെറിയ വേരിയേഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് 12 to 40 ഇയർ കിഡ്സിൻ്റെ മെഷർമെൻ്റ് ആണ്. ടോട്ടൽ മെറ്റീരിയൽ എടുക്കുന്നുണ്ട് 3.25 മീറ്റർ ആണ്. ഫ്രണ്ട് ലെങ്ത്ത് വന്നിട്ട് 53 ഇഞ്ചസ് ആണ്. വിഡ്ത്ത് വന്നിട്ട് 35 ഇഞ്ചസ് ആണ്. ബാക്ക് ലെങ്ത്ത് 70 ഇഞ്ചസും സ്ലീവ് ലെങ്ത്ത് 40 ഇഞ്ചസും ആണ് കേട്ടോ. ഇനി ലാസ്റ്റ് ഫൈനൽ ഫ്രീ സൈസ് നമുക്ക് അത്യാവശ്യം നല്ലപോലെ അറിയാം. ഫ്രീ സൈസിന് നമുക്ക് 4 മീറ്റർ മെറ്റീരിയൽ വേണം. ഫ്രണ്ട് ലെങ്ത്ത് 16 ഇഞ്ചസും വിഡ്ത്ത് നമ്മൾ ആ ഫുൾ മെറ്റീരിയലിന് എത്ര വിഡ്ത്ത് കിട്ടും ആ ഒരു ഫുൾ വിഡ്ത്തും നമ്മൾ എടുക്കുന്നുണ്ട്. ബാക്ക് ലെങ്ത്ത് 80 ഇഞ്ചസും സ്ലീവ് ലെങ്ത്ത് 50 ഇഞ്ചസും ആണ് നമ്മൾ ഫ്രീ സൈസിന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ സൈസ് ചാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ മെറ്റീരിയലിനെ പറ്റി പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു 1 പീസ് പ്രയർ ഡ്രസ് അല്ലെങ്കിൽ ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അമേരിക്കൻ ക്രേപ്പാണ്. ക്രേപ്പ് മെറ്റീരിയൽ നമുക്ക് ഷോപ്പിൽ 60 രൂപ മീറ്ററിന് വരെയും ലഭിക്കുന്നുണ്ട്. അതിൽ കുറഞ്ഞും കൂടിയും ഒക്കെ നമുക്ക് ക്രേപ്പ് മെറ്റീരിയൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്യുന്നത് നമ്മളുടെ യൂട്യൂബിൽ തന്നെ അവരുടെ ഒരു ചാനലുണ്ട്, അജ്വ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെ ഇവിടെ അടുത്തായതുകൊണ്ട് ഞാനവിടെ ഡയറക്റ്റ്
ആയിട്ട് പോയി പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ അടുത്ത് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് പ്ലെയിന് മീറ്ററിന് 42 രൂപയും പ്രിൻ്റഡിന് മീറ്ററിന് 48 രൂപയാണ് വരുന്നത്. ഇപ്പോൾ റേറ്റിൽ വേരിയേഷൻ വന്നോന്ന് എനിക്കറിയില്ല, ഞാൻ കുറച്ചായി ഇവരുടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് അമേരിക്കൻ ക്രേപ്പ് ആട്ടോ. നമ്മൾ വിത്ത് ബാഗായിട്ടാണ് ജിൽബാബ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന മീറ്ററിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 1/4 മീറ്റർ കൂടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 1/4 മീറ്റർ യൂസ് ചെയ്തിട്ട് ബാഗ് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 4 മീറ്റർ എടുക്കുന്നെങ്കിൽ എക്സ്ട്രാ ഒരു 4.25 മീറ്റർ കൂടി എടുക്കുകയാണ്, അല്ലെങ്കിൽ 4.5 മീറ്റർ കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒപ്പം ബാഗ് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുവിധം ഡൗട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ജിൽബാബിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ഡയറക്റ്റായിട്ട് എടുക്കുകയാണ്, ഒരു കുട്ടിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമർ അളവ് ഡയറക്റ്റായിട്ട് അയച്ച് തരാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എങ്ങനെ ഫ്രണ്ട് ലെങ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്ക് ലെങ്ത്ത് കണ്ടുപിടിക്കാം എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ പേപ്പറിലാണ് ഇത് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ 2 പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ലെങ്ത്തും ബാക്ക് ലെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 പേപ്പറും എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് സാധാരണ ഒറ്റ പീസായിട്ടായിരിക്കും മെറ്റീരിയൽ വരാൻ, നമുക്ക് ഈ ഒരു പേപ്പറിൽ ഒറ്റ പീസായിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ 2 പീസായിട്ട് എടുത്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നോർമലി മെറ്റീരിയൽ മടക്കുന്നത് ഇതുപോലെ നീളത്തിലായിരിക്കും മടക്കുക. നീളത്തിൽ 2ആക്കി മടക്കാം കേട്ടോ. അതങ്ങനെ മടക്കി മാറ്റി അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എങ്ങനെയാണ് മെറ്റീരിയലിൻ്റെ മെഷർമെൻറ്റുകൾ അടയാളപ്പെടുത്തുക, ഒരു ഡയറക്റ്റായിട്ട് ഒരു ഫ്രണ്ട് ലെങ്ത്തിൻ്റെ അളവ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഒരു കുട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഷോൾഡർ മുതൽ ആ കുട്ടിയുടെ കാലിൻ്റെ താഴ്ഭാഗം വരെ എത്ര ലെങ്ത്ത് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. അങ്ങനെ അളന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഏകദേശത്തിന് എനിക്കൊരു 24 ഇഞ്ച് കുട്ടിയുടെ ഷോൾഡർ മുതൽ താഴ്വരയും കിട്ടി. അപ്പോൾ ആ 24ൻ്റെ കൂടെ ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ കൂടി നമ്മൾ എക്സ്ട്രാ ചേർക്കാം. അപ്പോൾ നമുക്കൊരു ഞാൻ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്, 26 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു 26 ഇഞ്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ട് ലെങ്ത് ആയിട്ട് എടുക്കുക. ഒന്നുകൂടി പറഞ്ഞു തരാം, ഷോൾഡർ മുതൽ നമ്മളുടെ താഴ്ഭാഗം, കാലിൻ്റെ താഴ്ഭാഗം വരെ നിലത്ത് മുട്ടുന്നത് വരെയുള്ള ലെങ്ത്ത് എടുത്തിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് കഴിയുന്ന ആ കിട്ടുന്ന 1 ഇഞ്ചാണ് നമ്മളുടെ ഫുൾ ലെങ്ത് ആയിട്ട് ഫ്രണ്ട് ലെങ്ത് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. പിന്നെ മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏജ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മളപ്പോൾ വിഡ്ത്ത് എടുക്കുന്നത് എത്രത്തോളമൊക്കെ വരും എന്നുള്ളത് നമ്മൾ വീഡിയോയുടെ ബിഗിനിങ്ങിൽ ഏജ് സൈസിൽ മെഷർമെൻറ്റ്സിൽ നമ്മൾ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്നത് 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ സൈസ് ചാർട്ടിലായുള്ളത് പോലെ തന്നെ 24 ഇഞ്ചാണ് നമ്മൾ വിഡ്ത്ത് എടുക്കുന്നത് കേട്ടോ. ആ ഒരു റേഞ്ചിൽ വരുന്ന കുട്ടിക്കൊക്കെ 24 മതിയാവും, വേണമെന്നുണ്ടെങ്കിൽ 25, 26 നിങ്ങൾക്ക് വിഡ്ത്ത് വരെയും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് കുറയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ വിഡ്ത്ത് കുറയ്ക്കാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ബിഗിനറിനൊക്കെ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും. ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ മെറ്റീരിയലല്ല പേപ്പറിലാണ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ മെറ്റീരിയൽ ആദ്യം തന്നെ ഇതുപോലെ നീളത്തിൽ മടക്കിയെടുക്കാം. നീളത്തിൽ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾക്ക് ഫ്രണ്ട് ലെങ്ത്ത് കിട്ടിയല്ലോ. ഫ്രണ്ട് ലെങ്ത്ത് എത്ര കിട്ടി, 26 ഇഞ്ച് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ 26 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ആ 26 ഇഞ്ചിൽ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ മൊത്തം മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് വീതി കുറച്ചെടുക്കാം. പക്ഷേ ബിഗിനറിനൊക്കെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നിയെന്ന് വരാം. ആ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ 4ആക്കി മടക്കുക. വീതിക്ക് ഇങ്ങനെ 4ആക്കി മടക്കിയിട്ട് എന്ത് ചെയ്യുക, എത്രയാണോ 24 ഇഞ്ച് എവിടെ വരെയാണോ വരുന്നത് അവിടെ വരെ മാർക്ക് ചെയ്തിട്ട് ബാക്കി പോർഷൻ നമുക്കിതുപോലെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ വീതി കുറഞ്ഞിട്ട് നമുക്ക് 24 ഇഞ്ചായിട്ട് കിട്ടും. ഇതിൽ ഫ്രണ്ടും പീസും ബാക്ക് പീസും നമ്മൾ ചെറിയ പീസാട്ടോ. ശരിക്കും ഇങ്ങനെയല്ല വരാം, നമ്മൾ 4 മീറ്റർ കട്ടിങ് ഒന്നും ഇല്ലാണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള മീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. ഇനി നമ്മൾ ഫ്രണ്ട് പീസ്
മാറ്റി കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബാക്ക് പീസിലോട്ട് കിടക്കാം. അപ്പോൾ ബാക്ക് പീസിനും വെട്ടുന്നതിന് മുമ്പ് നമുക്ക് ബാക്ക് പീസിൻ്റെയും കൂടി വീതി കുറയ്ക്കണം കേട്ടോ. ബാക്ക് പീസിൻ്റെയും നമുക്ക് 24 ഇഞ്ചാക്കി വീതി കുറച്ചെടുക്കാം. അപ്പോൾ ഇതിനെ രണ്ടിൻ്റെയും വീതി കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത്ത് വെച്ചിട്ട് തന്നെ ബാക്ക് പീസിൻ്റെ ലെങ്ത്ത് കൂടി കണ്ടുപിടിക്കണ്ടേ? അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിഡ്ത്തിനെ അതായത് നമ്മളുടെ മെറ്റീരിയലിന് നമ്മൾ എടുത്തിരിക്കുന്ന വിഡ്ത്തിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 24 ഇപ്പോൾ ഞാൻ വിഡ്ത്തെടുത്തെങ്കിൽ ആ ഒരു 24നെ 2ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 24 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. ആ 12ൻ്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്യാം. എന്നിട്ട് അപ്പോൾ നമുക്ക് 13 കിട്ടും. ഇനി ആ 13ൻ്റെ കൂടെ ഫ്രണ്ട് ലെങ്ത് എത്രയാണോ അത്രയും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 26 ഇഞ്ചാണ്. അപ്പോൾ 13ൻ്റെ കൂടെ 26 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 39 ഇഞ്ച് കിട്ടും. അതാണ് നമ്മളുടെ ബാക്ക് ലെങ്ത്തിൻ്റെ ഇഞ്ച്. നമ്മൾ ഈ 24നെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ആ ഒരു ലെങ്ത്താണ് നമ്മളുടെ മുഖമക്കനയ്ക്കായിട്ട് നമ്മൾ കൊടുക്കുന്ന ലെങ്ത്ത്. ആ ഒരു മുഖമക്കനയുടെ പോർഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഇത്രയും ഡിവൈഡ് ചെയ്തൊക്കെ എടുത്ത്. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിന് ഒട്ടും തന്നെ തുണി വേസ്റ്റേജ് ഇല്ലാണ്ട് കറക്റ്റായിട്ട് നമുക്ക് മുഖമക്കനയൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ബാക്ക് പോർഷനിലാണ് മുഖമക്കനയുടെ ആ ഒരു ലെങ്ത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് പോർഷനിൽ ലെങ്ത്ത് കൂടുതലും ഫ്രണ്ടിൽ ലെങ്ത്ത് കുറവും. അപ്പോൾ നിങ്ങൾക്ക് പ്രെയർ ഡ്രസ്സിനെ കുറിച്ചുള്ള ഒത്തിരിയധികം ഡൗട്ട്സൊക്കെ ഇതിലൂടെ ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ഐറ്റം സെയിൽ ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽ സെയിൽ ചെയ്യുന്നില്ല. നമ്മൾ ജിൽബാബ് ഡ്രസ്സ് നമ്മൾ സെയിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ബൾക്കായിട്ടും അതുപോലെ തന്നെ സിംഗിൾ പീസായിട്ടും ഒക്കെ സെയിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. കുറഞ്ഞ റേറ്റിന് തന്നെയാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഒക്കെ സെയിലാക്കുന്നത്. മോം ആൻഡ് ഡോട്ടർ കോംബോ ആയിട്ടൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുന്ന രീതിയിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ആർ ലൈക്ക് ഇറ്റ്. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരിയധികം വീഡിയോസായിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.